സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. നൃത്ത പരിപാടിക്ക് കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിൽ GCDക്കെതിരെ അന്വേഷണം. സ്റ്റേഡിയം വിട്ടുകൊടുത്തതിൽ അഴിമതി ഉണ്ടെന്ന പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. GCDA ചെയർമാനും സെക്രട്ടറിക്കുമെതിരെയാണ് അന്വേഷണം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നേരത്തെ തന്നെ വലിയ വിവാദമായതാണ് ഈ നൃത്ത പരിപാടി. പിന്നീട് വലിയ സാമ്പത്തിക തട്ടിപ്പൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഒടുവിൽ വിജിലൻസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഈ GCDക്കെതിരെ ഇത്തരമൊരു ആരോപണം, ഇത്തരമൊരു പരാതി ആരാണ് നൽകിയത്? ടോം, കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ചെഷയർ ടാസ്മനാണ് ഈ പരാതി നൽകിയത്. അത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് GCDക്ക് അനുമതി നൽകാൻ കഴിയുക എന്നതും ഒപ്പം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ അനുമതി നൽകുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഈ പരിപാടിക്ക് അനുമതി നൽകുന്നതിനെ എതിർത്തിട്ടും അത് എതിർപ്പ് മറികടന്ന് മുന്നോട്ട് പോയത് GCD ചെയർമാന്റെയും സെക്രട്ടറിയുടെയും സമ്മർദ്ദമാണ് എന്നെല്ലാം തന്നെ ഇതിൽ ആരോപിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു വാടക നിരക്ക് നിശ്ചയിക്കുന്ന കാര്യത്തിലടക്കം ഇടപെടൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ കുറവ് ചെയ്ത് കൊടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മാത്രമാണ് ഇതിൽ തുക വെയ്യുന്നതിന് അധികാരമുള്ളൂ. എങ്കിൽ കൂടിയും ഇതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇവർ തുക കുറച്ചു എന്നതടക്കമുള്ള പരാതികളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇതിൽ വിജിലൻസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം, ത്വരിതാന്വേഷണം നടത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എറണാകുളം യൂണിറ്റിനോട് അന്വേഷണം എത്രയും പെട്ടെന്ന് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തരം നേരത്തെ തന്നെ ഇതില് സാമ്പത്തിക തട്ടിപ്പൊക്കെ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന അടിസ്ഥാനത്തില് ഈ സംഘാടകർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിജിലൻസ് ഈ സംഘാടകരെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിൽ സംഘാടകരെ അടക്കം പ്രധാനമായിട്ട് തന്നെ ചോദ്യം ചെയ്യും. ഇതിൽ GCDയുടെ ഈ ഒരു കരാറുകളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് നടപ്പാക്കിയ പദ്ധതികളെ സംബന്ധിച്ച് കൂടി അന്വേഷിക്കണമെന്നത് ഇതിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൂടി ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ സമീപകാലത്തെ പ്രവൃത്തികളടക്കം അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ഇടപാടുകൾ, ഏതെങ്കിലും രീതിയിലുള്ള കരാറുകൾ സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണം നടക്കും. ഒപ്പം ഈ പരിപാടിയെക്കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ അന്വേഷണം സൂചിപ്പിക്കുന്നുണ്ട്. മൃദംഗ വിഷനിലെ ബന്ധപ്പെട്ടവർ ഇതിനകം തന്നെ ഇപ്പോൾ നടപടി നേരിടുകയാണ്. ചിലർ ജാമ്യത്തിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരെയും ഇതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലുകളുണ്ടാകും. എന്തായിരുന്നു GCDയുമായിട്ട് കരാറുണ്ടായിരുന്നത്, അതിൽ ആര് ഇടപെട്ടു, എന്തൊക്കെയാണ് അതിന്റെ കരാറിന്റെ വിശദാംശങ്ങളുള്ള മുഴുവൻ രേഖകളും അടക്കം ഇതവർ ആവശ്യപ്പെടുകയും ചെയ്യും. ഏതായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ഒരു വലിയ അന്വേഷണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഉമാ തോമസിന് അപകടം നേരിട്ടത് മുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും GCDക്കെതിരെ പ്രത്യേകിച്ചും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അന്വേഷണത്തിലേക്ക് വരുന്നു എന്നതാണ് ടോം. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നൃത്ത പരിപാടിക്ക് കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിൽ ആണ് GCDക്കെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.